ഹായ് എവരിവൺ, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാഗൽ ഫോർസെപ്സ് ആണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1920 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Used to guide rice tube or nasogastric tubes into the esophagus under direct vision. ഡയറക്റ്റ് വിഷനില് ഈസോഫാഗസിലേക്ക് റൈസ് ട്യൂബ് ഓർ നേസോഗാസ്ട്രിക് ട്യൂബ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും മാഗൽ ഫോർസെപ്സ് ഉപയോഗിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു പ്ലേസ് ഫാരിഞ്ചിയൽ പാക്സ്. ഫാരിങ്സിലേക്ക് പാക്ക് വെക്കാനായിട്ടും നമുക്ക് മാഗൽ ഫോർസെപ്സിനെ ഉപയോഗിക്കാം. യൂസ്ഡ് ടു റിമൂവ് ഫോറിൻ ബോഡീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും മാഗൽ ഫോർസെപ്സ് യൂസ് ചെയ്യാം. അതായത് ഫോറിൻ ബോഡീസ് എന്തെങ്കിലും, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഒരു അഡിനോയിഡക്ടമിക്ക് ഒരു പീഡിയാട്രിക് പേഷ്യന്റിനെ കയറ്റുവാണെങ്കിൽ ഇപ്പൊ ആ കുട്ടിക്ക് ലൂസ് ടീത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ലൂസ് ടീത്ത് ഇളകിപ്പോയി നമ്മൾ ഇന്റുബേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലേഡോ നമ്മുടെ ലാൻഡോസ്കോപ്പ് തട്ടിയിട്ട് ഇളകിപ്പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് മാഗിൾസ് യൂസ് ചെയ്ത് ആ ഇളകിപ്പോയ പല്ല് പേഷ്യന്റെ മൗത്തിൽ നിന്നും എടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാട്ടോ. അതായത് ഫോറിൻ ബോഡീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗൽ ഫോർസെപ്സ് ഉപയോഗിക്കുന്നു. The Magel design enables the user to use the laryngoscope with their left hand while holding the Magel forceps in their right. മാഗൽ ഫോർസെപ്സിന്റെ പിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിന്റെ ആംഗിളിന് ഡിഫറൻസ് ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടല്ല മാഗൽ ഫോർസെപ്സ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ടില്ല, ഈ ഒരു ആംഗിളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അനസ്തീഷ്യോളജിസ്റ്റിന് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ലാരിഞ്ചോസ്കോപ്പ് യൂസ് ചെയ്യുകയും അതോടൊപ്പം മാഗൽ ഫോർസെപ്സ് റൈറ്റ് ഹാൻഡ് വെച്ച് ഹോൾഡ് ചെയ്യാനും പറ്റും. അപ്പോൾ വിഷ്വലൈസേഷൻ കട്ടാകുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ വിഷ്വലൈസേഷൻ കട്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ ഉള്ളതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ആംഗിൾ ഫോർസെപ്സ് ഡിസൈൻഡ് ഫോർ യൂസേഴ്സ് യൂസ് വിത്ത് ദ ഹാൻഡിൽ ഔട്ട് ഓഫ് ദ ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ്. അതായത് ഫോർസെപ്സിന്റെ ആംഗിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതിനെ പറ്റി തന്നെയാണ് ഈ പോയിന്റിലും പറഞ്ഞിരിക്കുന്നത്. ഡിസൈൻഡ് ഫോർ യൂസേഴ്സ് ടു യൂസ് വിത്ത് ദ ഹാൻഡിൽ ഔട്ട് ഓഫ് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ്. ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടായിരിക്കും നമ്മുടെ ഫോർസെപ്സ് ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് വിഷ്വലൈസേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. ദെൻ യൂസ്ഡ് ടു അസിസ്റ്റ് ദ പ്ലേസ്മെന്റ് ഓഫ് ഗം ഇലാസ്റ്റിക് ബുജീസ്. നമുക്ക് ബുജിയുടെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടും മാഗൽ ഫോർസെപ്സ് യൂസ് ചെയ്യാം, അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ സബ്ജക്റ്റ് പഠിക്കുന്ന അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.